മറ്റു വാർത്തയിലേക്ക് കരുവന്നൂർ കള്ളപ്പണ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വേഗത്തിലാക്കാൻ ഇഡി അന്തിമ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും. കെ രാധാകൃഷ്ണനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതില്ലെന്നാണ് ഇഡിയുടെ നിലപാട്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, കൂടുതൽ പേരുകൾ ഒരുപക്ഷെ ഈ കുറ്റപത്രത്തിൽ ഉണ്ടാകാം, നേതാക്കളുടെ അടക്കം പേരിൽ ഉണ്ടാകാമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഇഡി എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും കുറ്റപത്രം നൽകുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, എന്തായാലും കെ രാധാകൃഷ്ണന് ആശ്വാസമാണ്. ഇന്നലെ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടിറങ്ങിയപ്പോൾ ഇഡിയുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്, രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ അദ്ദേഹം തന്ന മറുപടികളിലെല്ലാം തൃപ്തരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അന്തിമ കുറ്റപത്രം ഉടനെ തന്നെ സമർപ്പിക്കാനാണ് ഇഡിയുടെ തീരുമാനം. അങ്ങനെയാണ് എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യം. എന്തായാലും ആദ്യ കുറ്റപത്രത്തിൽ CPM നേതാക്കൾ അടക്കമുള്ളവരുടെ പേരുണ്ടായിരുന്നു. PR അരവിന്ദ് അക്ഷൻ ഉൾപ്പെടെയുള്ളവർ പ്രതിയായിരുന്നു. അതിൽ 56 പേരായിരുന്നു ആദ്യത്തെ കുറ്റപത്രത്തിലെ പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇനി കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ ഇനി ഏതൊക്കെ നേതാക്കളുടെ പേരുകളായിരിക്കും ഈ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക, പ്രതി ചേർക്കുക എന്നത് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. AC മൊയ്തീൻ, MK കണ്ണൻ, MM വർഗീസ് തുടങ്ങിയവരെല്ലാം തന്നെ വിവിധ ഘട്ടങ്ങളിൽ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇവരെയൊക്കെ ഇനിയും അന്തിമ കുറ്റപത്രത്തിൽ പ്രതികളാക്കുമോ എന്നതൊക്കെ ഏറെ നിർണായകമായി ബാക്കി നിൽക്കുകയാണ്. എന്തായാലും CPMനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കപ്പെട്ട, പ്രതിക്കൂട്ടിലാക്കിയിരുന്ന ഒരു കേസ് കൂടിയായിരുന്നു കരുവന്നൂരിലെ തട്ടിപ്പ്. ഇതിൽ CPMന്റെ അക്കൗണ്ടുകളെ ഇതുവരേക്കും കോടികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് ആശ്വാസം എന്നത് ഇനി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല. അന്തിമ കുറ്റപത്രം ഈ മാസം അവസാനത്തോടു കൂടി തന്നെ സമർപ്പിക്കുമെന്നാണ് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അന്തിമ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും. കൂടുതൽ CPM നേതാക്കൾ ഈ കേസിൽ പ്രതികളാകുമോ എന്ന കാര്യത്തിലും കുറ്റപത്രം സമർപ്പിച്ചാലാണ് വ്യക്തത വരിക എന്ന് നവമി റിപ്പോർട്ട് ചെയ്യുന്നു. മുനമ്പം വഖഫ്